പത്രസമ്മേളനം കൃത്യം 5 മണിക്ക് തന്നെ നടക്കും. അതിനൊരു മുടക്കവുമില്ല. അത് കഴിഞ്ഞ് ഉദ്ഘാടനം. അതുകൊണ്ടല്ലേ പഴി. കഴിഞ്ഞ UDF ഭരണകാലത്ത് പൂർത്തിയാക്കി വെച്ച പലതും നാളെ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് കളിക്കുക. ഏതാണോ എടോ കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പോർട്ട്, കൊച്ചിൻ മെട്രോ, ആലപ്പുഴ ബൈപ്പാസ് ഒക്കത്തിന്റെയും ബാപ്പ ഞമ്മളാന്ന് പറഞ്ഞ് മൂപ്പർ ഉദ്ഘാടനം ചെയ്ത് കളിക്കല്ലേ. എന്താമോ മാസ്ക് മറന്നുപോയി. അല്ല, ഇനിയിപ്പോ മാസ്ക് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. കേവലം 25 പേർക്ക് കോവിഡ് വന്നപ്പോ ഏതെങ്കിലും ഒരുത്തം പുറത്തിറങ്ങിയ ഓടിച്ചിട്ട് തല്ലി നടുവൊഴിച്ച ഭരണക്കാരല്ലേ നമ്മള്. കൊറോണയുടെ സ്ഥിതി ഇപ്പൊ എന്തായി? പിടിച്ചാ പിടിയിട്ടായി. കൊറോണക്കെതിരായി വല്ലതോട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ചെയ്തിട്ടുമില്ല. 10,000-കണക്കിന് രോഗികളല്ലേ ദിവസവും കൂടി വരുന്നത്. പക്ഷേ മൂപ്പരാരാ മോൻ ആശാവർക്കർമാരെ വെച്ച് നാട്ടുകാരുടെ ഡീറ്റെയിൽസ് എടുത്ത് കനേഡിയൻ കമ്പനിക്ക് വിറ്റ് മൂപ്പര് കാശാക്കി. ശരി ഇനി പിന്നെ വിളിക്കാം. എനിക്കതല്ല സംശയം. പറഞ്ഞ് കൊല്ലം 5 കഴിയാറായി. ഇവിടെ ആണെങ്കിൽ വികസനവും ഉണ്ടായിട്ടില്ല, ഒരു കുന്തം ഉണ്ടായിട്ടില്ല. ആകാശവാണി ചലച്ചിത്രഗാനം 2016 മുതൽ 2021 വരെയുള്ള ഇടതുപക്ഷ ഭരണദോഷങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. അതല്ലടോ, ഈ ചുറ്റും കൂട്ടിയിട്ട കിറ്റുകളൊക്കെ എവിടെ കൊണ്ട് അടുക്കി വെക്കും? എവിടെ നോക്കിയാലും കിറ്റുകൾ, കിറ്റോടെ കിട്ടി. നീ എന്റെ തന്തക്ക് പറഞ്ഞാൽ ഞാൻ ഭരിക്കും. പക്ഷെ കിറ്റിനെ പറ്റി വല്ലതും പറഞ്ഞാൽ ഒന്നാണ് ചെമ്പിലാണ്. ഈ കിറ്റാണ് കിറ്റ്. ഈ കിറ്റിലായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചെങ്കിൽ എന്നേ പുറപ്പെട്ടു പോയേനെ. ശരിയാ തമ്പില, മാർക്സ് ഭഗവാൻ അനുഗ്രഹിച്ചു. കൊറോണ വന്നത് കൊണ്ടല്ലേ ഭരണം ഇത്രയും കാലം പിടിച്ചെന്നത്. നേരാണ് കോമഡ്. ഈ ഒരു മഹാമാരി വന്നില്ലെങ്കിൽ ഈ കണ്ട തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതികളും അറുപതുകളും ഏത് മാസ്ക് കൊണ്ടാണ് നമ്മൾ മൂടി വെക്കുക?
Comrades, COVID-19. ഇല്ല, ഇനിയും ഇത് സഹിക്കാനാവില്ല. 4-5 കൊല്ലക്കാലം നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കിയിട്ട് നിധികെട്ടവന്റെ നികുതി പണം പോലും അടിച്ചു മാറ്റി ആർഭാട ഘോഷയാത്രകൾ നടത്തുന്നത് ഏത് കൊമ്പത്തെ സഖാവാണെങ്കിൽ പോലും ഞാനത് തടയും. ഞങ്ങളുടെ സഖാവിന്റെ വാർഷിക ഘോഷയാത്ര നീ തടയുമല്ലേ? തടയും. ഉത്തരവാദിത്തമുള്ള ഒരു സഖാവിന്റെ കടമയാണത്. മുട്ടിന് കീഴെ കാലുണ്ടാവില്ല, കൊന്നോളയും. ഫലമില്ല. ഞാനും നിങ്ങളോടൊപ്പമായിരുന്നു. അഴിമതികളുടെ കറയില്ലാത്ത, അധികാരത്തിന്റെ അഹമ്മതിയില്ലാത്ത ഒരു സംശുദ്ധ ഭരണത്തിന് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണോ കൈമൊഴിയുമായി ഘോഷയാത്രയുടെ മുന്നിൽ ചാടി വീഴാൻ പോകുന്നത്? കരിങ്കാലി. കരിങ്കാലിയല്ല, കോമ്രേഡ്, ദി റിയൽ കോമ്രേഡ്. ഒരു യഥാർത്ഥ സഖാവിന് അധർമ്മത്തിന്റെയും അഴിമതികളുടെയും അലങ്കാര ഘോഷയാത്രയിൽ പങ്കെടുക്കാനാവില്ല. അവനത് തടയും. അഴിമതി ഭരണം എന്തിനാണ് ഇങ്ങനെ അധികം ബഹളം വെക്കുന്നത്? നിങ്ങളിങ്ങനെ ബഹളം വെച്ചില്ലെങ്കിൽ ഞാൻ ഒഴിച്ചു പോകും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ തലയിലൊക്കെ തോർത്തുകൊണ്ട് മാത്രം മുതച്ച് പാപ്പും പതുങ്ങിയും പടിയേച്ചലാക്കിയ വിപ്ലവ പാരമ്പര്യം അങ്ങയുടെ ഭരണകൂടം നീതി നിഷേധിച്ച 2 പിച്ചുകുട്ടികളുടെ അമ്മ പുറത്തു പോകാൻ സാർ. അതിനു മുമ്പ് അകത്തിരുന്ന് നീറുന്ന ചില സത്യങ്ങൾ 4 പേരോട് വിളിച്ചു പറയണമെന്നുണ്ട്. ഗതികെട്ടവന്റെ വിലാപങ്ങൾക്ക് കാതു ചേർക്കുമെന്ന് കരുതിയാണ് ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലേക്കിയത്. പക്ഷേ 8ഉം 10ഉം വയസ്സുള്ള എന്റെ പിഞ്ചു പെൺമക്കളെ കാമകുത്തിക്കിരിയാക്കി കൊന്ന് കെട്ടിത്തൂക്കിയവരെ രക്ഷിച്ചെടുത്തത് നിങ്ങളുടെ പോലീസാണ്. അവർക്ക് പ്രമോഷൻ കൊടുത്ത് അവതരിച്ചതും നിങ്ങളുടെ സർക്കാരാണ്. വലിച്ചിറക്കിക്കൊണ്ട് പോകണം. മയക്കുമരുന്നിന്റെ
എന്താ സെക്രട്ടറി കാര്യം? വെക്കണോ എടുക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചത്. അതായത് സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കണം. അതാണ് ധാർമ്മിക ഉത്തരവാദിത്വം. ഞാൻ വേണമെങ്കിൽ മുട്ടയടിക്കാം, കാണാൻ മുഴക്കും പോകാം, തുലാവാനം തൂക്കാം. അത് തന്നെയാണല്ലോ പണി. നിങ്ങൾ ഏത് മലമുഴക്ക് പോയാലും കൊള്ളാം, എനിക്ക് 5 കൊല്ലം തിരക്കണം. അടുത്ത 5 കൊല്ലവും ഞാൻ തന്നെ രാജാവ്. അതിപ്പോ ചെറുക്കൻ ഏതാണ്ട് ഒരു പൊരുത്തക്കേട് കാട്ടിയത് നീ തമ്പയായ ഞാൻ എന്ത് കഴിച്ചു? നിങ്ങൾ കൂട്ടത്തോടെ പറയാമോ? എടോ, തന്റെ മകൻ കപ്പലണ്ടി വറുത്ത് വിറ്റതിനല്ല NCB കസ്റ്റഡിയിലെടുത്തത്, മയക്കുമരുന്ന് നടത്തിയതിനാ. മറ്റു വല്ല ജോലിയും ചെയ്യാൻ ചെറുക്കനെ കൊണ്ട് സാധിക്കണ്ടേ? എന്റെ മോൻ എപ്പോഴും നടുവേദനയാ, ഒടുക്കത്തെ നടുവേദന. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഒരു മകന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് പറയാൻ താങ്കൾക്ക് നാളെ അത് ശരി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് കോവിഡ് രോഗികളുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും വ്യക്തിഗത വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് തൂക്കിവെക്കാൻ താങ്കൾക്കും ഉണ്ടാവണമെന്നാണ്. ഏത് കമ്പനിക്ക് തൂക്കിവെച്ചത്? മിസ്റ്റർ സെക്രട്ടറി, അത് ഡാറ്റ അനാലിസിസിന് വേണ്ടിയാണ് സ്പ്രിംഗ്ലറിന്റെ സഹായം ചെയ്യുന്നത്. പിന്നെ 2 ലക്ഷം പേരുടെ വിവരം കൈകാര്യം ചെയ്യാനുള്ള ശേഷി എന്താ കേരളത്തിന്റെ IT വിഭാഗത്തിനില്ലേ? ഇതൊക്കെ നാലാൾ അറിയണം. ഡാറ്റ മോഷണത്തിന് അമേരിക്കയിൽ നടപടി നേരിടുന്ന കമ്പനിയാണ് സ്പ്രിംഗ്ലർ. അവരുമായാണ് കരാറ്, കച്ചവടം. സെക്രട്ടറി, പല്ലിൽ കുത്തി രാജിക്കരുത്. It is too bad. തദ്ദേശ സ്വയംഭരണ വകുപ്പോ ആരോഗ്യ വകുപ്പ് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ ഒറ്റ ഫയലും കണ്ടില്ല, ഒരു പരിശോധനയുമില്ല. ഡാറ്റ സുരക്ഷിതവുമല്ല, ഒരു കുന്തമില്ല, കച്ചവടം മാത്രം. അല്ലെങ്കിൽ നാണം കെട്ട മറുപടി പറയാൻ നിങ്ങൾ പണ്ടേ മിടുക്കനാണെന്ന് എനിക്കറിയാം. ഈ സ്പ്രിംഗ്ലറിലും ക്ലിങ്കറിലും ഒക്കെ താങ്കളുടെ മകൾക്ക് കൂടി പങ്കുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയാത്തത്. ഇതൊന്നും എന്നോട് പറയണ്ട, ഹരിശങ്കരോട് ചോദിക്കേ. ഓ, ഹരിശങ്കർ, പ്രിൻസിപ്പൽ കൈലാസത്തിലെ കാന്തര ശിവൻ, താങ്കളുടെ തങ്കமான സെക്രട്ടറി. ശരി, കോംപ്രമൈസ്. തൽക്കാലം ഇയാളൊരു കാര്യം, ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു താൽക്കാലിക രാജി. അതാലോചിക്കാം. പിന്നെ ശത്രുദോഷ പരിഹാര പൂജയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനൊന്ന് വരുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരയിരുന്നാൽ എന്റെ ചന്തയിൽ പുഴത്തൊന്നുമില്ല. കുറച്ച് കാലം കൊണ്ട് ഞാനും അത് കൊതിക്കുന്നതാ. ലാംഛനം. Oh my Harishankar, part of my heart, my sweetie bureaucrat who plucked Kerala into the digital world. Harishankar! Yes, sir. ഒരക്കയുടെ മൂട് നോക്കി ഇരിപ്പാണോ? ഒരക്കയുടെ മൂടല്ല സർ. വിവര സാങ്കേതിക വിദ്യയുടെ വിശാലമായ വിമാനത്താവളങ്ങളിലെ ഗ്രീൻ ചാനലുകളിലൂടെ ഒഴുകി നടക്കുന്ന ഡിപ്ലോമാറ്റിക് ബാഗുകളുടെ അനർഘനിർഗളമായ സൗന്ദര്യത്തിൽ നീയൊക്കെ കൂടി എന്റെ തലയുടെ കണ്ണടക്കും. ഭരണത്തിന്റെ ശീതളച്ചായയിൽ പറന്നിറങ്ങുന്ന പുഷ്പക വിമാനങ്ങൾ, ആ വിമാനങ്ങളിൽ നിന്ന് പതുപതുത്ത കാപ്പറ്റിലേക്ക് കാലുകുത്തുന്ന നീല
darling. ഹരിശങ്കരൻ. യെസ്, നമ്മ ആരാണെന്നറിയാമോ? ഭൂലോകേന്ദ്രൻ. സോറി ഡാർലിംഗ്, ഇരട്ടച്ചങ്ങന്റെ പ്രിയപ്പെട്ട വിവര സാങ്കേതികൻ ഹരിശങ്കരൻ. നമ്മുടെ നയതന്ത്രാധികാരം മറിയാക്കിയാണ് രാജ്യാന്തര വിമാനത്താവളങ്ങളിലൂടെ ഇക്കണ്ട സ്വർണം മുഴുവൻ അടിച്ചുമാറ്റാൻ നിനക്ക് സാധിച്ചത്. പലപ്പോഴായി ഞാൻ കൂട്ടുവീഴ്ചിട്ടുള്ളത് മറന്നുപോയത്. ഞാനൊന്ന് നാണിച്ചുപോയി. അല്ല, ഈ പ്രണയജാപന്യങ്ങൾക്കിടയിൽ ഈ ഇരട്ടച്ചങ്ങനെ അങ്ങ് മറന്നുപോകരുത്. ഒരിക്കലുമില്ല സർ. കള്ളനും കൊള്ളക്കാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും മയക്കുമരുന്ന് കടത്തുകാർക്കും ചുവപ്പ് പരമതാരം ഇരിക്കുന്ന ആ ഇരട്ടച്ചതിനെ ഞങ്ങളെ പോലുള്ള ഭൂലോക ഫ്രോഡുകൾ എങ്ങനെ വിസ്മരിക്കും സർ? സാറെ പറഞ്ഞതുപോലെ ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ നമുക്കും ഇടപെടണ്ടേ? ഇടപെടുന്നതൊക്കെ കൊള്ളാം. അതിലെനിക്കെന്താണ് ലാഭം? ഞങ്ങളുടെ പാർട്ടിക്ക് എന്ത് കിട്ടും? എത്ര ശതമാനം? 20 കോടി അവിടുന്ന് കിട്ടുന്നതിൽ ഒരു 25% സാറിന്റെ പാർട്ടിക്ക് അങ്ങോട്ട് തരാം. അതിൽ കൂടുതൽ എങ്ങനെ? ഓക്കെ, കമ്മീഷന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതാ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട്. അതൊക്കെ നമുക്ക് വിദേശം വഴി വിമാനം വഴിയും ഒക്കെ വരുത്താം സാർ. ഓക്കെ ഓക്കെ, ലാൻസർ. ജനങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞത്. ഭവനി, മയക്കുമരുന്ന് കടത്തിയ സെക്രട്ടറിയുടെ മകന്റെ വീട്ടിൽ ഈഡിയും ബീഡിയും പോലീസും എത്തിയതുപോലെ എന്റെ വീട്ടിലും അവർ എത്തുമോ പ്രിയനെ? എന്റെ കുഞ്ഞുങ്ങൾക്ക് തൂറാനും മൂത്രമൊഴിക്കാനും ബുദ്ധിമുട്ടാകുമോ പ്രിയപ്പെട്ടവരെ? പേടിക്കണ്ട, അതിനല്ലേ ബാലാവകാശ കമ്മീഷൻ. നമ്മളെപ്പോലുള്ള ഭൂലോക ഫ്രോഡുകളുടെ വീട്ടിൽ അവർ സെക്കൻഡ് വച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് തൂറാം, മൂത്രവും ഒഴിക്കാം. ലാൽസലാം. എന്തു നല്ല സഖാവ്. കാരൽ മാർക്സ് പുനർജനിച്ചതുപോലെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ആധുനിക ഹിറ്റ്ലർ. അതിനല്ലേ ഈ പദ്ധതി കിട്ടുവോ? അതെ, ചോദ്യം ചെയ്യുന്നവന്റെ വായിലെ കിടിച്ചു കയറ്റുന്ന സോഷ്യലിസത്തിന്റെ കിറ്റുകൾ. ഓ, ഐ സോ. റേഷൻ കടകളിൽ ഇങ്ങനെ അട്ടി വെച്ച് കാണുന്നത്. യെസ്, തട്ടിപ്പിന്റെ ചീട്ടുപെട്ടാൽ no, it's a consent. Come darling, enjoy with me. ഞാനാണ് പറഞ്ഞ സ്പീക്കർ ശ്രീ ബാലകൃഷ്ണൻ. താൻ എന്താണോ ഈ വെട്ടപ്പാതയാക്കി? ആ പിള്ളേര് സകലത കുളമാക്കി സഖാവേ. ആര്? എന്ത് കുളമാക്കിന്ന്? സ്വപ്ന ഹരീഷും സജിത്തും നമ്മുടെ ഡോളർക്കെടുത്ത് വെളിച്ചത്തായി സഖാവേ. ഓ മൈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അതും കുളമായല്ലോ. ഡോളർ അടങ്ങിയ ബാഗ് കോൺസുലേറ്റ് ഓഫീസിൽ എത്തിച്ചത് സ്പീക്കറായ ഞാൻ പറഞ്ഞിട്ടാണെന്ന് സ്വപ്ന ഹരീഷും സജിത്തും എനിക്കെതിരെ മൊഴി കൊടുത്തു. ഈ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്ന് $1,000 കടത്തിയതായി കണ്ടെത്തിയതിന്റെ പേരിലാണ് കേസ്. എന്റെ ചെറുവേല, കെട്ടുനാടുന്ന അഴിമതികളുടെ ഈ ബൊളീവിയൻ കാട്ടിൽ ഈ പാവപ്പെട്ട സഖാക്കൾ എത്ര നാളിങ്ങനെ ഒളിച്ചു ജീവിക്കും? ആശാനല്ല, സഖാവ്. ശരി, എനിക്കൊരു ഐഡിയ. പറഞ്ഞു കൊലക്കടോ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ റേഷൻ കടയിലെ കിറ്റിൽ 500 ഗ്രാം മണിക്കടൽ അധികം കൊടുത്താലോ? കിറ്റ് കൊടുത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് മാത്രം. വരാൻ പോകുന്നത് നിയമസഭാ
തെരഞ്ഞെടുപ്പാ. എന്നാൽ നമുക്കൊരു 1.5 കിലോ ഉപ്പ് കൂടി കൊടുക്കാൻ സഖാവേ. ഒരൈഡിയ. എടോ, പെൻഷൻ വരെ 100 രൂപ കൂട്ടി. ഒരു 200 രൂപ കൂടി കൂട്ടിക്കൊടുക്ക്. ഇതെവിടെ നിന്നെടുത്ത് കൊടുക്കും? മൃഗത്തിനാവിൽ അവസാന ചില്ലി കാശ് പോലും നക്കി തുറച്ച് നാമാവശേഷമാക്കിയില്ല നിങ്ങൾ. പുറത്ത് അത്ര എളുപ്പം കടന്നു പോവില്ല സഖാവേ. ആരുമില്ല ഇവിടെ, പിടിച്ച് കെട്ടിവൻ. ആരും വരില്ല സഖാക്കളെ. മടുത്തു നിങ്ങൾ, അത്രക്ക് മടുത്തു നിങ്ങൾ. അഭിനവ കേരളത്തിന്റെ 4-5 വർഷങ്ങളാണ് പാഴായത്. വികസന രംഗത്ത് കാലങ്ങളോളമാണ് കേരളം പിന്നിലായത്. വരാനിരിക്കുന്ന തലമുറകളെ പോലുമാണ് നിങ്ങൾ കടത്തിൽ മുക്കിയത്. അഭിനവ കേരളത്തിന് അഭിമാനമാണ് ഞങ്ങളുടെ ഭരണം. അഭിമാനമല്ല, അഭിനവ കേരളത്തിന് അപമാനമാണ് നിങ്ങളുടെ ഭരണം. എന്ത് കിട്ടി? എന്ത് കുന്തമാണ് കിട്ടിയത്? കുന്തമല്ല സഖാവേ, നിധിയോ? 4 കൊല്ലക്കാലം നമ്മളെ പൊത്തിക്കിളച്ചന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ നിധി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ കിട്ടിയ തിരുവായുധം. എടുത്ത് കാണിക്കാൻ. മതി, ഇത് മതി, ഇത് ധാരാളം മതി. ഓ, രാസരാം സഖാവേ, രാസരാം. ഉമ്മ ഉമ്മ. കണ്ണൂരു, കണ്ണൂരു. സോളാർ, സോളാർ. ഇതാണ് സോളാർ. അധികാരത്തിലേക്കുള്ള ഞങ്ങളുടെ കുറുക്കുവഴി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഞങ്ങൾ അധികാര കസേര സ്വന്തമാക്കും. വീണ്ടും വീണ്ടും ഞങ്ങൾ അധികാര കസേര സ്വന്തമാക്കും. നോട്ടും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അമർഷത്തിന്റെ തെരഞ്ഞെടുപ്പുമായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സമ്മതിദായകരുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രഹരശേഷി എന്താണെന്ന് നിങ്ങൾ അറിയും. എന്നോട് നിർത്താൻ വന്ന് ഇനി അവനെ തൊട്ടേ പോകരുത്. മനസ്സിലായില്ലേ? ഞാനൊരു അമ്മയാണ്. വാളയാൽ പിച്ച് ചീന്തപ്പെട്ട 2 പെൺകുട്ടികളുടെ അമ്മ. പെരിയയിൽ വെട്ടിയെറിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അമ്മ. ശുക്കൂറിന്റെയും ശുഭത്തിന്റെയും അമ്മ. ലജ്ജയില്ലേ നിങ്ങൾക്ക്? നാടിന്റെ നെടുന്തൂണുകളാവേണ്ട ചെറുപ്പക്കാരെ വെട്ടിയെറിഞ്ഞ് കൊന്നിട്ട് ഒരു കേസെടുപ്പിക്കാൻ പോലും കഴിയാത്ത ഭരണാധികാരികൾ. ഇപ്പോൾ CBI അന്വേഷണമാണ്. കണ്ണൂരിലെ സഖാക്കൾ മുഴുവൻ CBI അന്വേഷണം നേരിടുന്നു. അതിനുവേണ്ടി ഗതികെട്ട ജനങ്ങളിൽ നിന്നും കാശ് പിടിയുന്നു. CBI എന്ന് കേൾക്കുമ്പോൾ തന്നെ നിലവിളി ശബ്ദമിടുന്ന ആംബുലൻസിനുള്ളിലെ കോടി കയറി ആശുപത്രികളിൽ എത്തിച്ചാവുന്നു. സഖാക്കളാണത്രേ ഭീരുക്കൾ. അരിയിൽ ശുക്കൂറിന്റെ കേസ് CBIക്ക് വിടുന്നതിനെതിരെ ലക്ഷങ്ങൾ മുടക്കി പൊരുതിയവരാണ് നിങ്ങൾ. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചുഹൈബിന്റെയും കേസ് CBIക്ക് വിടാതിരിക്കാൻ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് കോടികൾ വാങ്ങിയെടുത്ത് ബാധിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്താണ് CBI ഇത്ര വിശ്വാസമായത്? കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പോലും നിങ്ങളുടെ പോലീസിന് ഒരു ചുക്കും ചെയ്യാനായിട്ടില്ല. എന്നിട്ട് ഈ അവസാന നിമിഷം കേസ് CBIക്ക് വിടുന്ന ഈ കോമാളി നാടകം കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപഹാസ്യരാണ് നിങ്ങൾ. ഇല്ല, ഈ കേരളം നിങ്ങൾക്ക് മാറ്റം വരില്ല. നെറുകെട്ടവർ, നെറുകെട്ടവർ. ലക്ഷക്കണക്കിന് റേഷൻ കടകൾ വഴി വിതരണം ചെയ്ത കോടിക്കണക്കിന് കിറ്റുകൾ വാങ്ങി വെട്ടി വെട്ടി വിഴുങ്ങി. നിർത്തണം സഖാവേ. സ്വന്തം പ്രജകൾക്ക് കൊടുക്കുന്ന അന്നത്തെ പറ്റി നാഴികയ്ക്ക് 40 വട്ടം എഴുതി പോകുന്ന ഒരു ഭരണാധികാരി ചരിത്രത്തിൽ തന്നെ അപമാനമാണ്. അഴിമതികളും അനീതികളും അരാജകത്വങ്ങളും ചോദ്യം ചെയ്തതിന്റെ പേരിൽ നാടിന്റെ സധീര യവനികളെ പിടിച്ചിരിയവരുടെ കിറ്റ്.
ഇത്രയും നേരം ഈ നാടകം കണ്ടുകൊണ്ടിരുന്ന